ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ പലർക്കും കൺഫ്യൂസ് ആവുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഹിയർ, ലിസൺ, ഓവർ ഹിയർ, ഈവ്സ്ഡ്രോപ്പ്. ഇതൊക്കെ എന്താണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. ഹിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? കേൾക്കുക, റിസീവിങ് സൗണ്ട്സ്, സിംപ്ലി റിസീവിങ് സൗണ്ട്സ് അല്ലേ. എനിക്ക് പക്ഷികൾ പാടുന്നത് കേൾക്കാൻ കഴിയും. I can hear birds singing. I can hear birds singing. എനിക്ക് പക്ഷികൾ പാടുന്നത്, പക്ഷികളുടെ പാട്ട് എനിക്ക് കേൾക്കാൻ കഴിയും. അവൾ പുറത്ത് ഒരു വലിയ സൗണ്ട് കേട്ടു. She heard a loud noise outside. She heard a loud noise outside. അവൾ വലിയൊരു സൗണ്ട് പുറത്ത് കേട്ടു. ഓക്കെ, നിനക്കെന്നെ കേൾക്കാമോ? Can you hear me? Can you hear me? അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കേൾക്കുന്നതാണ് എന്ത്? ഹിയർ എന്നുള്ളൊരു മീനിങ് വരുന്നത്. നെക്സ്റ്റ്, ലിസൺ. ലിസൺ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം ശ്രദ്ധയോട് കേട്ടിരിക്കുക. ശ്രദ്ധയോട് കേൾക്കുന്നതിനാണ് ലിസൺ എന്ന് പറയുക കേട്ടോ. പ്ലീസ് ലിസൺ ടു മൈ അഡ്വൈസ്. എൻ്റെ ഉപദേശം ശ്രദ്ധിച്ചു കേൾക്കൂ. ദയവായി എൻ്റെ ഉപദേശം കേൾക്കൂ. പ്ലീസ് ലിസൺ ടു മൈ അഡ്വൈസ്. അപ്പോൾ ലിസൺ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധയോട് കേൾക്കുന്നതിനാണ് ലിസൺ എന്ന് പറയാം. ലിസൺ ടു ദിസ് സോങ്. ഈ പാട്ട് കേൾക്കൂ. ലിസൺ ടു ദിസ് സോങ്. ഈ പാട്ട് കേൾക്കൂ. നെക്സ്റ്റ്, ഓവർ ഹിയർ. ഓവർ ഹിയർ എന്ന് പറഞ്ഞാലേ നമ്മൾ ഒരു കാര്യം അബദ്ധത്തിൽ അറിയാതെ കേൾക്കാൻ ഇടവരിക, ആക്സിഡൻ്റലി, യാദൃശ്ചികമായിട്ട് നമ്മൾ മറ്റുള്ളവർ പറയുന്ന ഒരു കാര്യം നമ്മൾ കേൾക്കാൻ ഇടവരിക, അതിനെയാണ് ഓവർ ഹിയർ എന്ന് പറയുക. ഓവർ ഹിയർ. ഞാൻ അവരുടെ സംഭാഷണം അബദ്ധത്തിൽ കേട്ടു. I overheard their conversation. I overheard their conversation. ഞാൻ അവരുടെ സംഭാഷണം അറിയാതെ കേട്ടു, അബദ്ധത്തിൽ കേട്ടു. അത് അബദ്ധത്തിൽ സംഭവിച്ചൊരു കാര്യമാണ്. ഓക്കെ, ഞാൻ അവരുടെ പ്ലാൻ കേട്ടു. I overheard their plan. I overheard their plan. ഞാൻ അവരുടെ പ്ലാൻ അറിയാതെ കേട്ടു. ഓക്കെ, ഇങ്ങനെയാണ് ഓവർഹേർഡ് എന്നുള്ളതിൻ്റെ മീനിങ്. നമ്മളൊരു കാര്യം അബദ്ധത്തിൽ എന്തെങ്കിലും കേൾക്കാൻ ഇടവന്നാൽ അതിനെയാണ് ഓവർഹേർഡ് എന്ന് പറയും. ഇനി അവനൊരു സീക്രട്ട് അറിയാതെ കേട്ടു. ഹി ഓവർഹേർഡ് എ സീക്രട്ട്. ഹി ഓവർഹേർഡ് എ സീക്രട്ട്. അത് നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഹിയർ, ലിസൺ, ഓവർ ഹിയർ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഈവ്സ് ഡ്രോപ്പ്. ഈവ്സ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒളിച്ചെന്ന് കേൾക്കല്ലേ. നമ്മൾ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ ഒളിച്ചെന്ന് കേൾക്കുക. അത് മറ്റുള്ളവരുടെ കാര്യം ഒളിഞ്ഞു നിന്ന് കേൾക്കരുതെന്ന് പറയില്ലേ, അതിങ്ങനെ പറയാം? ഡോണ്ട് ഈവ്സ്ഡ്രോപ്പ് ഓൺ അതേഴ്സ്. ഡോണ്ട് ഈവ്സ്ഡ്രോപ്പ് ഓൺ അതേഴ്സ്. മറ്റുള്ളവരുടെ കാര്യം ഒളിഞ്ഞു നിന്ന് കേൾക്കരുത്. ഓക്കെ, ഇനി അവൻ ഞങ്ങളുടെ സംഭാഷണം ഒളിഞ്ഞു നിന്ന് കേൾക്കാൻ ശ്രമിച്ചു. അതെങ്ങനെ പറയും? ഹി ട്രൈഡ് ടു ഈവ്സ്ഡ്രോപ്പ് ഓൺ അവർ കോൺവെർസേഷൻ. He tried to eavesdrop on our conversation. അവൻ ഞങ്ങളുടെ സംഭാഷണം ഒളിഞ്ഞു നിന്ന് കേൾക്കാൻ ശ്രമിച്ചു. If you like this video, you can subscribe, like and share now and start speaking English confidently. Thanks for watching.